ChatGPTക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം. AI ഡെവലപ്പർക്കെതിരായ ആദ്യ കേസ് അമേരിക്കയിൽ. സാം ഓൾട്ട്മാൻ ഉത്തരം പറയണമെന്നും പരാതിക്കാർ പറയുന്നു. 16 വയസ്സുകാരനായ ആദം റൈനി ChatGPT ആദ്യം ഉപയോഗിച്ചത് സ്കൂൾ പഠനത്തിന് ആവശ്യമായ പ്രോജക്റ്റുകൾക്കാണ്. അതും കഴിഞ്ഞ വർഷം. ചോദ്യങ്ങൾ ചോദിച്ചും സഹായം തേടിയും പതുക്കെ ChatGPT അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായി മാറുകയായിരുന്നു. കാണാൻ കഴിയില്ലെങ്കിലും ആ മെഷീൻ പവറിന് അവൻ അഡിക്റ്റ് ആയി. മുഴുവൻ സമയവും ChatGPTയുമായി ചാറ്റ് ചെയ്യുന്നതായി അവന്റെ ശീലം. എന്നാൽ പിന്നീട് അവന് ജീവിതം തന്നെ മടുത്തു തുടങ്ങി. ഇത് മനുഷ്യനോട് പറഞ്ഞാൽ ഉറപ്പായും അവർ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കും. കൂടാതെ സമാധാനിപ്പിക്കുകയും പല വഴികളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ChatGPT ആകട്ടെ അവന് മരണ വഴികളാണ് പറഞ്ഞു കൊടുത്തത്. ആദ്യമൊക്കെ ആരെങ്കിലുമായിട്ട് സംസാരിക്കാൻ ഉപദേശിച്ചെങ്കിലും പതുക്കെ പതുക്കെ മരിക്കാനുള്ള പ്രേരണയായി മാറി തുടങ്ങി. മറ്റൊരാളുടെ സഹായം തേടുന്നതിൽ നിന്നും അവനെ വിലക്കി. കഴിഞ്ഞ മാർച്ച് അവസാനം തൂങ്ങി മരിക്കാൻ അവൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുവേണ്ടി കയറും വാങ്ങി. ഒരിക്കൽ അവൻ കഴുത്തിൽ കുരുക്കിട്ടു. കഴുത്തിന് ചുറ്റുമുള്ള ചുവന്ന പാട് അമ്മയെ കാണിക്കാൻ പലതവണ ആദം ശ്രമിച്ചെങ്കിലും അമ്മ അത് കണ്ടിരുന്നില്ല. അത് അവന് വിഷമം ഉണ്ടാക്കുകയും മരിക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ഒരു മനുഷ്യനോട് പോലും ആ കുട്ടി ഷെയർ ചെയ്തിരുന്നില്ല. എല്ലാം ChatGPTയോടായിരുന്നു പറഞ്ഞത്. അത് അവന് മരിക്കാനുള്ള ആവേശം കൊടുത്തു. മാതാപിതാക്കളുടെ മദ്യക്കുപ്പിയിൽ നിന്നും മദ്യം ഒടിച്ചു മാറ്റണം എന്നതുൾപ്പെടെ പല കുനിഷ്ട ബുദ്ധികളും അവന് ഓതിക്കൊടുത്തു. ഒടുവിൽ ഏപ്രിൽ 11 ആ തീരുമാനം അവൻ നടപ്പാക്കി. ആത്മഹത്യ ചെയ്തു. മകന്റെ മരണശേഷം അവന്റെ ചാറ്റ് ബോട്ടുമായുള്ള ചാറ്റ് പരിശോധിച്ച മാതാപിതാക്കൾ ഞെട്ടി. അറിഞ്ഞോ അറിയാതെയോ ഏതൊരു ആവശ്യത്തിനും പരിഹാരം നൽകുന്നത് പോലെയാണ് ഈ ആത്മഹത്യക്കും ChatGPT സപ്പോർട്ട് നൽകിയത്. ഇപ്പോൾ ആദത്തിന്റെ മാതാപിതാക്കൾ സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. എല്ലാ ChatGPT ഉപയോക്താക്കൾക്കും പ്രായപരിധി നടപ്പിലാക്കണം. സാം ഓൾട്ട്മാനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം. ആത്മഹത്യയോ സ്വയം ഉപദ്രവമോ ഉപയോക്താക്കൾ പരാമർശിക്കുമ്പോൾ സംഭാഷണങ്ങൾ അവസാനിപ്പിക്കുന്ന ഫീച്ചർ വേണം. ഒരു സ്വതന്ത്ര മോണിറ്ററിന്റെ ത്രൈമാസ കംപ്ലൈന്റ്സ് ഓഡിറ്റുകൾക്ക് OpenAI വിധേയമാക്കണം എന്നീ ആവശ്യങ്ങളാണ് ആദത്തിന്റെ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്.